السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. فاعلم أنه لا إله إلا الله. عن أبي هريرة رضي الله عنه قال أن النبي صلى الله عليه وسلم يقول: من غدا إلى المسجد أو راح أعد الله له في الجنة نزلا كلما غدا أو راح. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഏറെ നാളത്തെ സ്വപ്നവും പരിശ്രമവും ഈ രൂപത്തിൽ അള്ളാഹു പൂർത്തീകരിച്ച് ഒരു പള്ളിയാക്കി നമുക്ക് തന്നിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ് വിജ്ഞാനവേദിയുടെ തുടക്കമായി നമ്മൾ അള്ളാഹുവിൻ്റെ അസ്മാഉകളെ സംബന്ധിച്ച് പടച്ചറബിൻ്റെ അസ്മാ ഉൽ ഹുസ്ന ഒരു തുടർ പഠനമായി എടുക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിൻ്റെ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച ഹദീസാണ് ഇന്നും ഓതി കേൾപ്പിച്ചത്. അന്ന് നമ്മൾ ഒരു പൊതുവായിട്ടുള്ള ഹാളിൽ വെച്ചാണ് അത് പറഞ്ഞതെങ്കിൽ ഇന്ന് ആ ഹദീസിൻ്റെ പദങ്ങളോട് എല്ലാ അർത്ഥത്തിലും യോജിക്കുന്ന രീതിയിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളിയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഹദീസിന് ചില പ്രത്യേകതയും പ്രസക്തിയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും രാവിലെയോ വൈകുന്നേരമോ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു പള്ളിയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടാൽ അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുല, അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൽ വിരുന്നൊരുക്കുമെന്നാണ്. കുല്ലമാ ഗദാ ഔ റാഹ, അയാൾ പോകുന്ന സമയത്തൊക്കെ പള്ളിയെ ലക്ഷ്യം വെച്ച് ഒരാൾ പോയാൽ, മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറാ ഔ യുഅല്ലിമുഹു, എന്തെങ്കിലും നല്ല കാര്യം പഠിക്കണം അല്ലെങ്കിൽ നല്ല കാര്യം പഠിപ്പിച്ചു കൊടുക്കണം എന്ന നെയ്യത്തോടുകൂടി ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിലേക്ക് പോയാൽ കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമൻ ഹജ്ജതുഹു, ഒരു ഹജ്ജ് പൂർണ്ണമായി നിർവഹിച്ച ആളുടെ പ്രതിഫലം അയാൾക്കുണ്ടാകുമെന്നാണ്. അള്ളാഹു നമ്മുടെ ഈ പ്രയത്നവും ഈ സമയവിനിയോഗവും ഒത്തുചേരലുമെല്ലാം ആ അർത്ഥത്തിൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ആമുഖമായി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മെ സൃഷ്ടിച്ച നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കിത്തന്ന പടച്ച റബ്ബിനെ, അർഹമുർ റാഹിമീനായ അള്ളാഹുവിനെ അറിയുക എന്നതാണ് ഏറ്റവും വലിയ ഇൽമ്, അറിവ് എന്ന് പറയാൻ. ഭൗതികമായി നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടാകും. അള്ളാഹു പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു വീഴുമ്പോൾ, കുഞ്ഞായിരിക്കുമ്പോൾ, ലാ തഅലമൂന ശൈഅ, നിങ്ങൾക്കൊരു ചുക്കും അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു നമുക്ക്. അതിനുശേഷം എന്തൊക്കെയോ നമ്മൾ പഠിച്ചു, പല ഡിഗ്രികളും അതേപോലെ തന്നെ
സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അള്ളാഹിനെ സംബന്ധിച്ച് ചോദിച്ചാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഒന്നും അറിയാത്ത അവസ്ഥയാണെങ്കിൽ അയാളുടെ ആ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഏറ്റവും വലിയ അറിവ് നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി തന്ന പടച്ച റബ്ബിനെ അറിയലാണ്. ആ പടച്ച റബ്ബിനെ അറിയുവാനുള്ള ഏറ്റവും വലിയൊരു മാർഗം അള്ളാഹു പറഞ്ഞു തന്ന അവൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ അറിയുക എന്നതാണ്. അങ്ങനെ പടച്ച റബ്ബിനെ നമ്മൾ അറിയുമ്പോൾ, ശരിയായ വിധത്തിൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കുവാൻ അതിന് സാധിക്കും, തഅ്സീറുകൾ ഉണ്ടാക്കും, ഈമാൻ വർദ്ധിക്കും. പടച്ച റബ്ബ് നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ, അല്ലാ എന്നുള്ള നാമത്തെ സംബന്ധിച്ചും അൽ ഇലാഹ്, അൽ അഹദ്, അൽ അഅല തുടങ്ങിയ നാമങ്ങളെ സംബന്ധിച്ചാൽ ഇന്ന് ഇൻഷാ അല്ലാ നമ്മൾ ആദ്യമായി പഠിക്കുവാനെടുക്കുന്നൊരു നാമം അൽ അക്രം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അൽ അക്രം എന്ന് പറഞ്ഞിട്ടുണ്ട്, കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ രണ്ട് അർത്ഥതലങ്ങൾ ആ പദങ്ങൾക്കുണ്ട്. ഒന്ന് അത്യുദാരൻ, മാന്യനായിട്ടുള്ളവൻ. അതേപോലെ തന്നെ ഔദാര്യവാൻ. മാന്യതയുടെയും ഔദാര്യത്തിൻ്റെയും രണ്ട് ആശയതലങ്ങളാണ് കരീം. നമ്മൾ സാധാരണ അറബികൾ പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മുടെ എന്തെങ്കിലും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞാൽ ക്ഷമിക്കുക, അള്ളാഹ് കരീം. അള്ളാഹു കരീമാണെന്ന് പറഞ്ഞാൽ അള്ളാഹു ധാരാളം കൈയഴിച്ച് തരാൻ കഴിവുള്ളവനാണ്, നീ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല എന്നാണ് അതിന്റെ അർത്ഥം. ജാമിഉൻ ലിൽ മഹാസിനി വൽ മഹാമിദ്. എല്ലാ നന്മയുടെയും, എല്ലാ പ്രശംസയുടെയും, പുകഴ്ത്തലിൻ്റെയും, എല്ലാ നന്മയുടെയും സംഗമമായിട്ടുള്ളവൻ. എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളൊക്കെ സംഗമിച്ചവനാണ് കരീം അല്ലെങ്കിൽ അക്രം എന്ന് പറയുമ്പോൾ. അപ്പോൾ അബ്ദുൽ കരീം എന്ന് പറയുമ്പോൾ ആ മാന്യനായ, അത്യുദാരനായ റബ്ബിന്റെ അടിമ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ആ പേര് സ്വീകരിക്കാറുള്ളത്. ലഫ്ദുൽ കറം ജാമിഉൻ ലിൽ മഹാസിനി വൽ മഹാമിദ്. എന്തെല്ലാം നന്മ പറഞ്ഞ് പ്രശംസിക്കുവാനുണ്ടോ, എന്തെല്ലാം നന്മകളുടെ പദങ്ങളുണ്ടോ അതെല്ലാം സംഗമിക്കുന്ന ഒരു അർത്ഥമാണ് അൽ അക്രം അല്ലെങ്കിൽ കരീം എന്ന് പറയുമ്പോൾ ഉള്ളത്. അസ്സഖിയുൽ ബഹീ കസീറുൽ ഖൈരി വ അളീമുൻ നഫ്. മറ്റുള്ളവർക്ക് ധാരാളമായി ഉപകാരം ചെയ്യുന്ന, ധാരാളമായി നന്മകൾ ചൊരിയുന്ന അത്യുദാരനായിട്ടുള്ളവൻ. ദായിമുൽ ഖൈർ, നിലക്കാത്ത നന്മകൾ ചൊരിയുന്നവൻ, അതാണ് അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഔദാര്യത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ചോദിക്കാതെ തന്നെ പടച്ച റബ്ബ് നമുക്ക് എത്രമാത്രം നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ആരും ജനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടണമെന്ന് നമ്മൾ പടച്ചവനോട് ചോദിച്ചിട്ടില്ല. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് രണ്ട് കണ്ണ് വേണം പടച്ചവനെ എന്ന് നമ്മൾ ആരും ചോദിച്ചിട്ടില്ല. നമ്മുടെ ഉമ്മയുടെ ശബ്ദം പോലും കേൾക്കാൻ നമുക്ക് കാത് വേണം എന്നൊരു കാര്യം നമ്മൾ റബ്ബിനോട് ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ തന്നെ പടച്ച റബ്ബ് നമുക്ക് നൽകിയവനാണ്, അത്യുദാരനാണ് പടച്ച റബ്ബ്. അപ്പോൾ ചോദിക്കാതെ തന്നെ നമുക്ക് നൽകിയ, നമ്മുടെ ഉമ്മയെ നമുക്ക് നൽകിയ, വാപ്പയെ നൽകിയ, ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ, മുലപ്പാൽ, അങ്ങനെ തുടങ്ങി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എണ്ണിക്കണക്കാക്കുവാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ ചോദിക്കാതെ തന്നെ നമുക്ക് നൽകിയ, അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ വേറെ ഏതെങ്കിലും അല്ലദീ യുഅ്തി ലാ ലിഇവദിൻ, ഒരു പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ തന്നവൻ. അള്ളാഹു ഒന്നും നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ട പടച്ച റബ്ബിന്. നമ്മൾ ചെയ്യുന്ന ഏത് നന്മയും നമുക്ക് തന്നെ നന്മയായിട്ടാണ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല. ഖുർആൻ സൂറത്തുൽ ദാരിയാത്തിൽ പറഞ്ഞതുപോലെ അള്ളയാണ് നമുക്ക് തീറ്റ തരുന്നത്, നമ്മൾ ആരും അള്ളാഹുവിനെ തീറ്റിപ്പോറ്റേണ്ട കാര്യമില്ല. അപ്പൊ എന്തെങ്കിലും നമ്മളിൽ നിന്ന് പകരം പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്നതല്ലാത്ത അത്യുദാരനായ പടച്ച റബ്ബ്, ആ റബ്ബിനോട് നമ്മൾ ചോദിക്കേണ്ടതെല്ലാം ചോദിച്ചാൽ ചോദിക്കാതെ തന്നെ തരാൻ സന്നദ്ധനായ റബ്ബ് തീർച്ചയായും നമ്മെ കൈയൊഴിക്കുകയില്ല. വാഗ്ദത്തം നിറവേറ്റുന്നവനാണ് അല്ലാഹു. അല്ലദീ ഇദാ വഅദ വഫാ. ഒരു വാക്കു പറഞ്ഞാൽ പടച്ച റബ്ബ് നിറവേറ്റും. അത് അവന്റെ മാന്യതയുടെ ഭാഗമാണ്, അവന്റെ ഔദാര്യതയുടെ ഭാഗമാണ്. അതൊക്കെ നമ്മൾ കുറേ ആലോചിക്കുവാനും സ്വന്തമായി പഠിക്കുവാനുമുള്ള ചില ഹിൻസുകൾ എന്നുള്ള നിലയിൽ ഞാൻ ഇട്ടു തരികയാണ്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഅദ, അള്ളാഹുവിന്റെ വാഗ്ദാനം അക്ഷരം പ്രതി പുലർന്ന ചരിത്ര സംഭവം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ആ ഉമ്മ ആറ്റുനോറ്റ് ആ കുട്ടിയുടെ ജനനം, ആ പ്രസവം നടക്കുമ്പോൾ ഉമ്മയുടെ മാനസികമായ അവസ്ഥ സൂറത്തുൽ ഖസസിന്റെ ആദ്യ ഭാഗത്തെ ആയത്തുകൾ നമ്മളിങ്ങനെ ഓതിപ്പോകുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം അറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഉണ്ടാവുകയില്ല. ഫറോവയുടെ തിട്ടൂരം, ഇസ്രായേലിൽ ഒരു ആൺകുട്ടി ജനിച്ചാൽ അതിനെ കൊന്നു കൊഴിച്ചു മൂടണം എന്നുള്ള അതിശക്തമായ കൽപ്പന പുറപ്പെടുവിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ ഗർഭം ചുമന്ന് മൂസാ നബിയെ പ്രസവിക്കുന്നത്. ഫഅസ്ബഹ ഉമ്മു മൂസ ഫാരിഗ, ഖുർആൻ അവിടെ പറയുന്നുണ്ട്. പ്രസവിച്ചതിന് ശേഷം ഉമ്മയുടെ ആ മാനസികമായ അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. അക്ഷമയായിട്ട് ഈ കുട്ടി എന്ത് കാട്ടണം? ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥ ആലോചിച്ചു നോക്കി. പ്രസവിച്ചു നല്ല കാണാൻ കൊള്ളാവുന്ന സുന്ദരനായ ചുറുചുറുക്കുള്ള ഒരു ചെറിയ ആൺകുട്ടി. ആ കുട്ടിയുടെ വിവരമറിഞ്ഞാൽ ഫിറഔനിന്റെ പട്ടാളവും ആളുകളും വന്ന് കൊണ്ടുപോയി തട്ടിയെടുത്തു കൊണ്ടുപോകും. അതിനെ ഏത് കോലത്തിൽ അറുകൊല ചെയ്യും എന്നൊക്കെ ആലോചിക്കാവുന്ന സംഗതിയേ ഉള്ളൂ. അപ്പോൾ അക്ഷമയായി ആകെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ പടച്ചറബ് നൽകിയൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. വഔഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇഹി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മാക്ക് അല്ലാഹു വഹി നൽകി, തോന്നിപ്പിച്ചു കൊടുത്തു, നീ പേടിക്കേണ്ടതില്ല, നിന്റെ കുഞ്ഞിനെ നീ മുലയൂട്ടുക. ആ കുട്ടിയെ മുലയൂട്ടിക്കഴിഞ്ഞാൽ ഫഇദാ ഖിഫ്തി അലൈഹി, ആ കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ പേടി നിന്നെ പിടികൂടുകയാണെങ്കിൽ, നീ ഭയപ്പാടിലാവുകയാണെങ്കിൽ ഫഅൽഖീഹി ഫിൽ യം, തൊട്ടടുത്തുള്ള പുഴയിൽ ആ കുട്ടിയെ നീ ഒഴുക്കി വിടുക. വലാ തഖാഫി വലാ തഹ്സനി, ആ കുട്ടിയുടെ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കും, എന്തെല്ലാമാണ് കഴിഞ്ഞു പോയത് എന്നതിനെ സംബന്ധിച്ചൊന്നും നീ ഭയാശങ്കയിൽ ആകേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. ഇന്നാ റാദ്ദൂഹു ഇലൈക്, തീർച്ചയായും നാം ആ കുട്ടിയെ നിനക്ക് തന്നെ തിരിച്ചു തരുന്നതാണ്. വജാഇലൂഹു മിനൽ മുർസലീൻ, അവനെ അള്ളാഹുവിന്റെ ദൂതന്മാരിൽ ഒരാളാക്കുകയും ചെയ്യും. ഇത് പടച്ചവന്റെ ഒരു കരാറാണ്, ഒരു വാക്കായിരുന്നു. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ജനനവും വളർച്ചയും ഫിറഔനിന്റെ കൊട്ടാരത്തിലെ ആ സംഭവങ്ങളും ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. സൂറത്തുൽ ഖസസിലെ 7-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇത് പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ ആ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി ഒഴുക്കി വിടുന്നു. ഏതു കുട്ടികളെയും കൊന്നുകളയുന്ന ആ കാലഘട്ടത്തിൽ അതിനൊരു മടിയുമില്ലാത്ത ഇസ്രായേലിയരുടെ മക്കളെ ജീവിക്കാൻ അനുവദിക്കാത്ത ആ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ആ ഫറോവയുടെ കൊട്ടാരത്തിൽ, ആ ഫിർഔനിന്റെ ചെലവിൽ, ആ ഉമ്മയുടെ മുല കുടിച്ച് ആ ഉമ്മയുടെ മടിത്തട്ടിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വളർത്തിക്കൊണ്ടുവന്നു. വേറെ ഏതെങ്കിലും കാട്ടിൽ ആരും കാണാതെ മൂസാ നബി വളരല്ല, ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു എത്തിച്ചത്. എന്നിട്ട് ആ കുട്ടിയെ സന്തോഷത്തോടുകൂടി ആര് കണ്ടാലും വാരിയെടുക്കുന്ന പ്രകൃതത്തിലുള്ള ആ കുട്ടി, ഫിർഔനിന്റെ ഭാര്യ ആ കുട്ടിയെ എടുത്ത് ഭർത്താവിനെ സ്വാധീനിച്ച് അവരങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ അടുക്കലും ആര് മുല കൊടുത്താലും കുടിക്കാത്ത ആ കുട്ടി അവസാനം ആ കുട്ടിയുടെ ഉമ്മയായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയുടെ തന്നെ മുലപ്പാല് കുടിക്കുന്ന അവസ്ഥ സൂറത്ത് ത്വാഹയിലൊക്കെ നമ്മൾ വായിച്ച ചരിത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ സ്വന്തം മകനെ ആ ഒരു പ്രതികൂല കാലഘട്ടത്തിൽ ഉമ്മ മുലയൂട്ടാണ്. എവിടെ? ഫറോവയുടെ കൊട്ടാരത്തിൽ, ഫറോവയുടെ കയ്യിൽ നിന്ന് അതിന്റെ കൂലി പറ്റിക്കൊണ്ട് എല്ലാവിധ സന്തോഷവും കൺകുളിറും ഒക്കെ അനുഭവിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ വളർന്നു വലുതാകുന്നു. അപ്പൊ ഇന്നാ റാദ്ദൂഹു ഇലൈക്, ആ കുട്ടിയെ നാം നിനക്ക് തിരിച്ചു തരും എന്ന് അള്ളാഹു പറഞ്ഞ അള്ളാഹുവിന്റെ വഅദ, അള്ളാഹുവിന്റെ വാക്ക് അള്ളാഹു പാലിച്ച ചരിത്രമാണ്. അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങളിലെല്ലാം ഖുർആൻ പറഞ്ഞു തരുന്ന എല്ലാ ചരിത്രത്തിലും ഇതേപോലെ പടച്ചറബിന്റെ വാഗ്ദത്തം നിറവേറ്റിയത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള അൽ കരീം, അൽ അക്രം, അത്യുദാരനായ മാന്യനായ റബ്ബ്, അവനാണ് എൻ്റെ അള്ളാഹ്. ഇത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ എന്ത് വേണം മനസ്സിലാക്കാൻ?
ഈ നാമവും ആ നാമം ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളും നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മിൽ ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഔദാര്യം കാണിച്ചതുപോലെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരോട് ഔദാര്യം കാണിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അല്ലാഹു സൂറത്തുൽ ഖസസിൽ തന്നെ പറഞ്ഞൊരു ആയത്താണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ ധനാഢ്യനായ ഒരു മുതലാളിയെ സംബന്ധിച്ച്, ഖാറൂനിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അയാളോട് പറഞ്ഞത്, അള്ള നൽകിയത് നീ ഉപയോഗിച്ചോ, നീ അനുഭവിച്ചോ. വലാ തൻസ നസീബക മിനദ് ദുനിയ. ദുനിയാവിൽ അള്ള നിനക്ക് നിശ്ചയിച്ച ദുനിയാവിലെ നിന്റെ വിഹിതം നീ മറന്നു പോകേണ്ടതില്ല. നിനക്ക് അനുഭവിക്കാം, ആസ്വദിക്കാം. നല്ല വീട്, നല്ല വാഹനം, നല്ല സൗകര്യം ഒക്കെ നിനക്കാകാം. പക്ഷേ അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അള്ള നിനക്ക് നന്മ ചെയ്തതുപോലെ നീ മറ്റുള്ളവരോടും നന്മ ചെയ്യണം. ഇല്ലാത്തവരുണ്ടാകും, അവശതകൾ അനുഭവിക്കുന്നവരുണ്ടാകും, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ടാകും. അവർക്കൊക്കെ നന്മ ചെയ്യാൻ നീ തയ്യാറാകണം. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്നറിയുമ്പോൾ അവശതയും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളോട് അതിൽ നിന്നൊരു വിഹിതം കൊടുക്കാൻ, അത് സക്കാത്തായിട്ടും സദക്കയായിട്ടും അല്ലാതെ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന, അള്ളാഹു നമുക്ക് നൽകിയ കഴിവും സ്വാധീനവും സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവരെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന ആ നന്മ നമ്മളിൽ ഉണ്ടാകണം. അത് പടച്ച റബ്ബിന്റെ കറം അല്ലെങ്കിൽ കരീം, അൽ അക്രം എന്നുള്ള നാമങ്ങളും ആ വിശേഷണങ്ങളും മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ജവാദുൻ യുഹിബ്ബുൽ ജൂദ്. പടച്ച റബ്ബ് അത്യുദാരനാണ്. അവൻ ഔദാര്യത്തെ, ഉദാരതയെ ഇഷ്ടപ്പെടുന്നു. നമ്മൾ പേരും പ്രശസ്തിയും ആഗ്രഹിക്കാതെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ആരെയെങ്കിലും സഹായിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ആ ഔദാര്യം, ആ സ്വതക്ക, അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്നാണ്. അത്യുദാരനായ പടച്ച റബ്ബ് എനിക്കുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഏത് പ്രതിസന്ധിയിലും വലിയ ആശ്വാസമായിരിക്കും. നിരാശപ്പെടേണ്ടതില്ല. ഏത് കാര്യവും നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. നമ്മൾ ഒറ്റക്ക് അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകും. വേറൊരാളോട് പറയാൻ നമുക്ക് മടി തോന്നുന്ന, അല്ലെങ്കിൽ ആരോട് പറയും എന്ന് നമ്മൾ ആശങ്കപ്പെടുന്ന, ഒരാളോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. ആ റബ്ബിനോട് നമുക്ക് തുറന്നു പറയാം. കാരണം പടച്ച റബ്ബ് അൽ അക്രം, അൽ കരീം, അത്യധികം മാന്യതയുള്ളവനും ഔദാര്യം ചെയ്യുന്നവനുമാണ്. ഇത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ദുആകൾ സജീവമാകും. ഞാൻ ആരോടും സങ്കടപ്പെടേണ്ടതില്ല, എനിക്ക് ആരുമില്ലാത്തവനല്ല. ദുനിയാവിൽ ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും ദുനിയാവിന്റെ മൊത്തം ഉടമസ്ഥനായ നിയന്താവായ പടച്ച റബ്ബ് എനിക്കുണ്ട്. അവനോട് എൻ്റെ എല്ലാ സങ്കടങ്ങളും, എൻ്റെ എല്ലാ ആവശ്യങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും പറയാം. ആ റബ്ബ് ഒരിക്കലും എന്നെ ആട്ടി അകറ്റുകയില്ല. കാരണം അവൻ മാന്യനാണ്, അവൻ അത്യുദാരനാണ്. മാന്യതയുള്ള ഒരാളുടെ അടുക്കൽ നമ്മൾ ചെന്നാലോ അയാളെ ഏതായാലും വഷളാക്കൂല. മാന്യനാണ് അയാൾ. മാന്യത വിട്ട് അയാൾ സംസാരിക്കുകയില്ല, പെരുമാറുകയില്ല എന്ന് സൃഷ്ടികളിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് പോലും നമ്മൾ കമന്റുകൾ പറയാറുണ്ട്. വേറെ ആരെ പോലെ അയാൾ മാന്യത വിട്ടുക, അയാൾ അങ്ങനെ പറയൂല എന്ന് പറയും. എന്നാൽ മാന്യന്മാരിൽ ഏറ്റവും മാന്യനായ പടച്ച റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, യദുല്ലാഹി മൽആ, അള്ളാഹുവിന്റെ കൈകൾ നിറഞ്ഞതാണ്. ലാ തഗീദുഹാ നഫഖ, അവന്റെ കൈകളിലുള്ളത് ചെലവഴിക്കുന്നതിലൂടെ ചുരുങ്ങിപ്പോവുകയില്ല. ഉള്ളതൊക്കെ കൊടുത്തു തീർന്നു, ഇനി ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ പടച്ചറബിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സഹാഉൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ അത്യധികം ഔദാര്യം ചെയ്യുന്നവനാണ് അല്ലാഹു. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ സൃഷ്ടിജാലങ്ങൾ പടച്ചറബിനോട് പലതരത്തിലുള്ള ആവശ്യങ്ങളുമായി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അള്ള കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇനി ചോദിക്കില്ലേ, എൻ്റെ കയ്യിലുള്ളത് തീർന്നു എന്ന് പറയുന്നൊരവസ്ഥ അള്ളാഹുവിനെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് അത്യുദാരനായ റബ്ബ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും, ഏത് പ്രയാസങ്ങൾക്കും, ഏത് ആവശ്യങ്ങൾക്കും, ഏത് ആഗ്രഹങ്ങൾക്കും നമുക്ക് മുട്ടുവാനുള്ള വാതിൽ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ആ പടച്ച റബ്ബിനോട് ചോദിക്കണം. അള്ളാഹുവിനോട് ചോദിക്കുന്നവരോട് അള്ളാഹ്ക്ക് ഇഷ്ടക്കേടല്ല, ഇഷ്ടമായിരിക്കും. ചോദിക്കാത്തവരോടാണ് അള്ളാഹ്ക്ക് ദേഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി, അള്ളാഹിനോട് ചോദിക്കാത്തവരോട് അള്ളാഹ് കോപിക്കുന്നു.
മനുഷ്യന്മാർ നേരെ തിരിച്ചല്ലേ. നമ്മളോട് ഒരു പ്രാവശ്യം ചോദിച്ചു, രണ്ടാമതും ചോദിച്ചു, മൂന്നാമതും ഇയാൾക്ക് തന്നെ പണി എന്ന് നമ്മൾ അടക്കം പറയെങ്കിലും ചെയ്യും, കൊടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും. എന്നാൽ പടച്ച റബ്ബിനോട് ചോദിക്കാതിരുന്നാൽ അള്ളാഹു നമ്മളോട് ദേഷ്യപ്പെടുന്നതാണ്. ആ പടച്ച റബ്ബിനെ സംബന്ധിച്ച് അതേ രീതിയിൽ നമ്മൾ അറിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങളിലും ഏത് പ്രതിസന്ധികളിലും ഏത് വിഷമങ്ങളിലും നമുക്കൊരു നിരാശയും സങ്കടവും ഉണ്ടാവില്ല. 2 റക്അത്ത് നമസ്കരിച്ച് ഒഴിഞ്ഞിരുന്ന് ആ റബ്ബിനോട് നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും ഒക്കെ പറയുവാൻ നമുക്ക് സാധിക്കും. പടച്ച റബ്ബിന്റെ കറം, അവന്റെ ഔദാര്യം നേടുവാനുള്ള വഴികൾ നമ്മൾ പ്രത്യേകം അറിയുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു മാന്യനാണ്, ഔദാര്യവാനാണ്. പക്ഷെ അള്ളാഹു ആദരിക്കുന്ന, മാന്യത നൽകുന്ന, അള്ളാഹു ഔദാര്യം ചെയ്യുന്ന ആളുകളുടെ ചില ക്വാളിറ്റികൾ ഹദീസുകളിൽ പറയുമ്പോൾ, ആയത്തുകളിൽ പറയുമ്പോൾ അത് ആദ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുവാൻ നമ്മൾ ശ്രമിക്കണം. കാരണം അത്യുദാരനായ, ഏറ്റവും വലിയ മാന്യനായ പടച്ച റബ്ബിന്റെ അടുക്കൽ മാന്യതയുള്ള, പരിഗണനയുള്ള, ആദരവുള്ള ഒരാളായി മാറണമെങ്കിൽ ആ കാര്യം നമ്മൾ വേണം, നേടിയെടുക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞതുപോലെ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി തഖ്വയാണ്. ഇന്ന അക്രമക്കും, നിങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യൻ, ഏറ്റവും ആദരവുള്ളവൻ, ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ, അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണ്. അപ്പൊ ഹറാമുകൾ ചെയ്യാതെ അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിൽ എത്ര കണ്ട് നമ്മൾ തൽപരരാണോ, ആവേശമുള്ളവരാണോ, അവർക്കാണ് അൽ അക്രമായ, ഏറ്റവും മാന്യതയും ഏറ്റവും ഔദാര്യതയുമുള്ള പടച്ചറബിന്റെ അടുക്കൽ അള്ളാഹു മാന്യതയും ആദരവും നൽകുന്നത്. അപ്പോൾ ആ നാമം പഠിക്കുമ്പോൾ തഖ്വ എന്നുള്ള ഒരു സ്വഭാവം നമ്മളിലേക്ക് ചേർത്ത് വെക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. പക്ഷേ ഇത്ര വലിയ ഔദാര്യവാനായ പടച്ചറബ് നമുക്കുണ്ടായിട്ടും പല ആളുകളുടെയും അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ ആ റബ്ബിനെ മറന്നുകൊണ്ട് സൃഷ്ടികളുടെ പിന്നാലെയാണ്. ദുനിയാവിലൊരു ആവശ്യം നിറവേറണമെങ്കിൽ 100 ആളുകളോട് നമ്മൾ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കും. അവരെല്ലാവരും സഹായിച്ചാലും ഒരുപക്ഷെ നമ്മുടെ ആവശ്യം നിറവേറണമെന്നില്ല. അല്ലെങ്കിൽ ചെന്ന് പറയുന്ന ആള് കേട്ടിരുന്നാൽ അയാൾക്കൊന്നും ചെയ്തു തരാൻ, നമ്മുടെ വിഷമം മാറ്റാനുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്നാലും നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതേ സമയത്ത് അത്യുദാരനായ, സർവശക്തനായ, പരമകാരുണ്യകനായ പടച്ചറബിനോട് പറയാൻ അത് നമുക്കൊട്ടും മനസ്സുമില്ല, നേരമില്ല എന്നുള്ളിടത്താണ്. ആ വിഷയത്തിലുള്ള ഏറ്റവും വലിയ ഒരു വ്യതിയാനം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ബൂസിരിയുടെ ബുർദ എന്ന് പറഞ്ഞിട്ട് സൂഫികൾ വല്ലാതെ പാടി നടക്കുന്ന ഒരു ബൈത്തുണ്ട്. ആ പാട്ടിൽ പറയുന്നൊരു വചനം പടച്ചറബിന്റെ ഈ നാമവും വിശേഷണവും മനസ്സിലാക്കാത്ത എത്രയോ അജ്ഞതയിൽ നിന്ന് പറഞ്ഞു പോകുന്ന വിവരക്കേടാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിലെന്താ പറഞ്ഞത്? യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. യാ അക്രമൽ ഖൽഖി, സൃഷ്ടികളിൽ ഏറ്റവും മാന്യനായ പ്രവാചകനെ വിളിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് സങ്കടം പറയാ. മാലി മൻ അലൂദു ബിഹി, ഞാൻ ആരിലാണ് അഭയം കണ്ടെത്തുക? സിവാക്ക, അങ്ങല്ലാതെ, പ്രവാചകരെ താങ്കളല്ലാതെ എനിക്ക് ആരുണ്ട് രക്ഷയും അഭയവുമായിട്ടുള്ളത്? ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, എല്ലാവരെയും ബാധിക്കുന്ന മഹാവിപത്തുകൾ വന്നിറങ്ങുമ്പോൾ പ്രവാചകരെ അങ്ങയല്ലാതെ എനിക്ക് ആരുണ്ട് അഭയം, എനിക്ക് ആരുണ്ട് ആശ്രയം? അതുകൊണ്ട് സൃഷ്ടികളിൽ ഏറ്റവും ഔദാര്യവാനായ, മാന്യനായ പ്രവാചകരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അതിലുള്ള വിളി. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതുഹാ, പ്രവാചകരെ അങ്ങയുടെ ഔദാര്യമാണ് ഈ ദുനിയാവും അതിന്റെ തുണയായ ആഖിറവും. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, അങ്ങയുടെ അറിവിന്റെ ഭാഗമാണ് ലൗഹുൽ മഹ്ഫൂദിലുള്ള ആ അറിവും അള്ളാഹുവിന്റെ കലം, ആ പേന എഴുതിയ എല്ലാം എന്ന് പറഞ്ഞ് പടച്ചവന്റെ സ്ഥാനത്തേക്ക് പ്രവാചകനെ ഉയർത്തിക്കൊണ്ട് പറയുന്നു. വാസ്തവത്തിൽ തൗഹീദ് അംഗീകരിക്കുന്ന, റബ്ബിനെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരാൾക്ക് പറയുവാനോ ചൊല്ലുവാനോ അംഗീകരിക്കുവാനോ പറ്റുന്ന വരികളോ ആശയങ്ങളോ അല്ല അതിലുള്ളത്. നേരെ മറിച്ച് അവിടെ യാ ഖാലിഖൽ ഖൽഖ്, സൃഷ്ടികളുടെ സൃഷ്ടാവായ അള്ളാഹുവേ എന്ന് വിളിച്ചു പറഞ്ഞാൽ എല്ലാം കറക്റ്റാണ്. അള്ളാഹിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, പടച്ചവനെ നീയല്ലാതെ ആരാണ് എനിക്ക് അഭയമുള്ളത്?
എനിക്ക് ആപത്തുകളും അപകടങ്ങളും വരുമ്പോൾ നീയല്ലാതെ എനിക്കൊരാശ്രയമില്ല, അഭയമില്ല പടച്ചവനെ എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ നേരായ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതേപോലെ നിന്റെ ഔദാര്യമാണ് പടച്ചവനെ ഈ ദുനിയാവും നാളെ വരാനിരിക്കുന്ന ആ ആഖിറവും. നിന്റെ വിജ്ഞാനമാണ്, നീ അറിയുന്ന കാര്യങ്ങളാണ് ലൗഹുൽ മഹ്ഫൂദിലുള്ള എല്ലാ കാര്യങ്ങളും. അഥവാ സംഭവിച്ചതും ഇനി സംഭവിക്കാനിരിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് നീ എന്ന് പടച്ച റബ്ബിനെ സംബന്ധിച്ച് പറയുന്ന ആ സ്ഥാനത്തേക്ക് എന്ത് ചെയ്തു? ബുർദയിൽ പ്രവാചകനെ കടത്തി വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അംഗീകരിക്കാത്ത അമിതമായ പുകഴ്ത്തൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, പ്രവാചകരെ, മാഷാ അല്ലാഹു വശിഅത, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്നൊരു പ്രയോഗം വന്നപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അല്ലാഹുവിനെ തുല്യനാക്കുകയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സദസ്സിൽ പ്രവാചകൻ വരുന്നതിന് മുമ്പ് പാട്ടുപാടി സന്തോഷിച്ചിരുന്ന അവരുടെ ജാഹിലിയ കാലഘട്ടത്തിലെ വലിയ വലിയ ചരിത്ര സംഭവങ്ങളെ സംബന്ധിച്ച് അനുസ്മരിച്ചുകൊണ്ട് പാട്ടുപാടിക്കൊണ്ടിരുന്ന പിഞ്ചു കുട്ടികൾ, പെൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതോടുകൂടി എന്ത് ചെയ്തു? അവരുടെ വക ഒരു വരി കൂട്ടിപ്പാടി, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. ഞങ്ങൾ അഭിമാനത്തോടു കൂടി കഴിഞ്ഞുപോയ ആളുകളുടെ വീരപോരാട്ടങ്ങളും ത്യാഗങ്ങളും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ അവരൊരു വരി കൂട്ടിപ്പറഞ്ഞതാണ്. ഞങ്ങൾക്ക് അഭിമാനിക്കാൻ വകയുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട്. യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കാനിരിക്കുന്ന കാര്യം അറിയുന്ന, ഭാവി അറിയുന്ന ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞ ആവേശത്തിൽ പാടിയതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവേശത്തിന് നിന്നുകൊടുത്ത് ആവേശത്തിൽ അങ്ങനെ ജാഗരം കൊള്ളുകയല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ, നിർത്ത്, അത് വേണ്ട, നിങ്ങൾ നേരത്തെ പാടില്ല, അത് പാടിക്കോ, ഇത് വേണ്ട എന്ന് പറഞ്ഞ് തിരുത്തി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ബുർദ മജ്ലിസുകൾ പ്രവാചകൻ അംഗീകരിക്കോ ഇല്ലയോ എന്ന് നമ്മൾ ചേർത്ത് വായിക്കാം. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആപൽ ഘട്ടങ്ങളിലും വിഷമ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒക്കെ നമുക്ക് ആശ്രയമായി അഭയമായിട്ടുള്ളത് റബ്ബാണ് എന്ന് മനസ്സിലാക്കി റബ്ബിലേക്ക് അടുക്കുവാൻ, അതാണ് അള്ളാഹുവിൻ്റെ അസ്മാഅകൾ, സിഫാത്തുകൾ നമ്മെ പ്രേരിപ്പിക്കുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയാതിരിക്കുമ്പോഴാണ് സ്വാഭാവികമായും എന്ത് ചെയ്യുന്നത്? അള്ളാഹിനെ പറ്റി പറയാനില്ലല്ലോ ആളുകൾക്ക് നേരം. അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കുവാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ അവർ കാണുന്ന എല്ലാറ്റിനെയും ആശ്രയമായി അഭയമായി കണ്ടുകൊണ്ട് അവരോടാണ് സങ്കടങ്ങൾ പറയുന്നത്. എത്രത്തോളം പറഞ്ഞു നമ്മളിപ്പോൾ കേട്ടില്ലേ? ഞങ്ങളുടെ പടച്ചോൻ CM ആണ് എന്ന് വരെയും പറഞ്ഞ ആളുകൾ, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം CM മടവൂരാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് അതിനെ ന്യായീകരിച്ച് നടക്കുന്ന ആളുകൾ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ പടച്ചറബിന്റെ ഒരൊറ്റ നാമം അൽ അക്രം അല്ലെങ്കിൽ അൽ കരീം, അത്യുദാരനായ ഏറ്റവും മാന്യനായ പടച്ചറബ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറെ പ്രശ്നങ്ങൾക്ക്, അയാളുടെ മാനസികമായ സംഘർഷങ്ങൾക്ക് അറുതി വരികയും റബ്ബിലേക്ക് കൂടുതൽ മനസ്സടുക്കുകയും ഏത് പ്രയാസങ്ങളിലും റബ്ബിനെ തന്നെ മുറുകെ പിടിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകുമായിരുന്നു. അടുത്തൊരു നാമം നമ്മൾ ഇന്ന് പഠിക്കാൻ എടുക്കുന്നത് അൽ ബാരി. ബാരി എന്ന് പറഞ്ഞാൽ ഒരർത്ഥം സ്രഷ്ടാവ് എന്നാണ്, മറ്റൊരർത്ഥം ന്യൂനതകളില്ലാത്തവൻ. ബരിഅ യബ്റഉ എന്ന് പറഞ്ഞാൽ അകന്നു നിൽക്കുക അല്ലെങ്കിൽ കുറവുകളില്ലാതെയാവുക എന്നാണ്. രോഗത്തിൽ നിന്ന് മുക്തമാകുന്നതിനെ ബുർ എന്ന് പറയും. ആ രോഗത്തിന്റെ ന്യൂനതകളും പ്രയാസങ്ങളും ഒക്കെ മാറി എന്നുള്ള അർത്ഥത്തിൽ. അതേപോലെ ഏതെങ്കിലുമൊക്കെ മോശമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് അനബരി ഉമ്മിൻ, ഞാൻ അതിൽ നിന്ന് നിരപരാധിയാണ്, ഒഴിവായതാണ് എന്ന് സാധാരണ അറബി ഭാഷയിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ അള്ളാഹു ബാരി ആണ് എന്ന് പറയുമ്പോൾ ന്യൂനതകളില്ലാത്തവനാണ്, ഏറ്റവും പൂർണ്ണതയുള്ളവനാണ് അള്ളാഹു. അതേപോലെ തന്നെ ബറഅ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമാണ് ഉണ്ടാക്കുക, സൃഷ്ടിക്കുക എന്നത്. ഈ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന വേറെയും നാമങ്ങളാണ് അൽ ഖാലിഖ്, സ്രഷ്ടാവ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന പടച്ചവൻ എന്ന് പറയുന്ന. ഖലഖ യഖ്ലുഖു എന്ന് പറഞ്ഞാൽ രൂപപ്പെടുത്തുക എന്നാണ്. സൃഷ്ടികളുടെ
വ്യത്യസ്തങ്ങളായ അത്ഭുതകരമായ രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? ചിലപ്പോൾ ചില പ്രാണികളെ നമ്മൾ കണ്ടാൽ, ചില പൂക്കളെ നമ്മൾ കണ്ടാൽ അതിൻ്റെ കളറുകളും അതിൻ്റെ വ്യത്യസ്തങ്ങളായ വലിപ്പവും രൂപവും അതിൽ നിന്ന് വരുന്ന സുഗന്ധവും ഇങ്ങനെ ഓരോന്നും നമ്മുടെ കാഴ്ചയെയും ചിന്തയെയും പിടിച്ചു നിർത്തി വിസ്മയിപ്പിക്കുന്ന പലതരത്തിൽ പലതിനെയും രൂപപ്പെടുത്തിയവനാണല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലേക്ക് തന്നെ നോക്കിയാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ വൈവിധ്യങ്ങളും വൈഭവങ്ങളും അത്ഭുതങ്ങളും നമ്മളെ വിസ്മയിപ്പിച്ചു കളയും. ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വിരൽ തലപ്പിന്റെ അത്ഭുതം. കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വിരൽ തലപ്പ് നമുക്ക് നോക്കിയാൽ ഒരേപോലെയാണ് കാണാൻ തോന്നുക. പക്ഷേ ഒരാളുടെ വിരൽ തലപ്പ് പോലെയല്ല മറ്റൊരാളുടെ വിരല്. നമുക്കൊക്കെ അറിയുന്ന സംഗതിയാണല്ലോ തമ്പ് ഇംപ്രഷൻ, വിരലടയാളം. അത് ഏറ്റവും വലിയ ഒരു തിരിച്ചറിയൽ രേഖയായി. അതേപോലെ നമുക്ക് ഓരോരുത്തരുടെയും ശബ്ദം, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ഫോണിലൂടെ സംസാരിക്കുന്ന ആളുടെ സംസാരം കേട്ട മാത്രയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്ന ആളാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത്. ആ സംസാരത്തിൽ കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ടായിട്ട് ഒരാളുടെ ശബ്ദം മറ്റൊരാളുടെ ശബ്ദവുമായി കൂടിക്കലരാത്ത രീതിയിൽ വേറിട്ട് അതൊരു സെൻസർ പോലെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചതാണ്. അതേപോലെ നമുക്ക് ഓരോരുത്തരുടെയും രൂപം വ്യത്യസ്തങ്ങളാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സ്മെല്ല് വ്യത്യസ്തമാണ്. അതുകൊണ്ടല്ലേ കുറ്റാന്വേഷണ സന്ദർഭങ്ങളിലൊക്കെ പോലീസ് നായ വന്നുകൊണ്ട് മണം പിടിച്ചു പോകുമ്പോൾ എൻ്റെ സ്മെല്ലായിരിക്കില്ല നിങ്ങളുടെ സ്മെല്ല്, നമുക്കത് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ വൈവിധ്യങ്ങളെ രൂപപ്പെടുത്തിയ സൃഷ്ടിച്ച പടച്ചറപ്പ്. നമ്മുടെ ഓരോരുത്തരുടെയും നിറം, പൊക്കം, വണ്ണം, ആകാരം, രൂപങ്ങളെല്ലാം വ്യത്യസ്തങ്ങളാണ്. ഈ രൂപപ്പെടുത്തിയ ഖാലിഖാണ് പടച്ചറപ്പ്. വേറൊരു പേര് ഇതേ അർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞ അള്ളാഹുവിന്റെ നാമമാണ് അൽ ഖല്ലാഖ്. വൈവിധ്യങ്ങളെ സൃഷ്ടിക്കുന്നവൻ, വ്യത്യാസങ്ങളെ സൃഷ്ടിക്കുന്നവൻ. പടച്ചറബിന്റെ ഈ നാമങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോൾ തീർച്ചയായും നമ്മളിൽ ഉണ്ടാകേണ്ട മറ്റൊരു സംഗതി, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ സൃഷ്ടിച്ചത്, നമുക്ക് വേണ്ട ഇതെല്ലാം ഒരുക്കി തന്നത് എന്നറിയുമ്പോൾ സ്വാഭാവികമായും ആ പടച്ചറബിനോട് ഏറ്റവും കൂടുതൽ വിനയപ്പെടുവാനും നന്ദി കാണിക്കുവാനുമുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ നാമം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഘട്ടം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തിലാവത്തിന്റെ സുജൂദിൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രത്യേകമായ ദുആയിൽ ഈ പറഞ്ഞ നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെ പ്രത്യേകമായി വരുന്നുണ്ട്. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു, എൻ്റെ മുഖത്തെ ഞാൻ ഇതാ സമർപ്പിച്ചിരിക്കുന്നു, സാഷ്ടാംഗം സമർപ്പിച്ചിരിക്കുന്നു. ആരുടെ മുമ്പിൽ? ലില്ലദീ ഖലഖഹു, അതിനെ സൃഷ്ടിച്ചവന്റെ മുന്നിൽ. വസവ്വറഹു, അതിനെ രൂപപ്പെടുത്തിയവന്റെ മുന്നിൽ. വശഖ്ഖ സമഅഹു, ആ മുഖത്തിൽ അള്ളാഹു അതിൻ്റെ കേൾവിയും അതേപോലെ തന്നെ കണ്ണും കാതും ഒക്കെ കീറി അതിനു വേണ്ടി രൂപകൽപ്പനകൾ സൃഷ്ടിച്ച ഉണ്ടാക്കിയ അള്ളാഹു ബിഹൗലിഹി വഖുവ്വതിഹി, പടച്ചറബിന്റെ പ്രത്യേകമായ ശക്തിയും കഴിവും മുഖേനയാണ് നമുക്കൊക്കെ സുന്ദരമായൊരു മുഖം നൽകിയത്. ആ മുഖത്ത് ഒരു വൈകൃതവും വൈകല്യവുമില്ലാതെ രണ്ട് കണ്ണുകൾ അള്ളാഹു സംവിധാനിച്ചത്, അതേപോലെ രണ്ട് കാതുകൾ അള്ളാഹു അതിൽ നമുക്ക് ഒരുക്കിത്തന്നത്. ഇങ്ങനെയുള്ള പടച്ചറബ് എത്രയോ വലിയ പരിശുദ്ധനാണ്, അത്യുദാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സുജൂദിൽ നമ്മൾ ഈ ദിക്ർ അല്ലെങ്കിൽ ദുആ നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതും ഭയക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. കാരണം പടച്ചറബ് മാത്രമേ സൃഷ്ടാവായിട്ടുള്ളൂ, ബാക്കി എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. നമ്മൾ ഏതെങ്കിലും ആളുകളെ സംബന്ധിച്ച് ശത്രുക്കൾ എന്തെങ്കിലും ചെയ്തേക്കുമോ എന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ജീവികളെ സംബന്ധിച്ച് നമ്മൾ ഭയപ്പെടുന്നുവെങ്കിൽ, ഒരിക്കൽ കൊറോണ വന്നപ്പോൾ ചെറിയ നിസ്സാരമായൊരു വൈറസ്, അതിന് ഭയന്ന് ലോകമാസകലം കെട്ടിപ്പൂട്ടി അടങ്ങി നിന്ന ദിവസങ്ങൾ, മാസങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിലൂടെ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഏത് സംഗതികളാണെങ്കിലും, ഒരു വിഷപ്പാമ്പ് അല്ലെങ്കിൽ ഒരു വന്യജീവി അല്ലെങ്കിൽ ശക്തനായ ഏതെങ്കിലും ഒരു ക്രൂരനായ ഭരണാധികാരി എന്ന് വേണ്ട ആരെയെല്ലാം
നമ്മൾ ഭയപ്പെടുന്നോ, അതല്ലെങ്കിൽ ആരുടെയെല്ലാം നന്മകൾ നമ്മൾ ആഗ്രഹിക്കുന്നോ, ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും കൺട്രോൾ ആരുടെ കയ്യിലാണ്? ആരാണ് അവരുടെയൊക്കെ സൃഷ്ടാവ്? പടച്ച റബ്ബാണ്. അപ്പോൾ തീർച്ചയായും ആ റബ്ബിനെ നമ്മൾ അറിയുമ്പോൾ അള്ളാഹു ബാരി ആണ്, ഖാലിഖാണ്, ഖല്ലാഖാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ ഈ സൃഷ്ടിജാലങ്ങളെ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവന്ന സൃഷ്ടാവാണ് അള്ളാഹു. അവരെയെല്ലാം അവർക്ക് വേണ്ടുന്ന രീതിയിൽ ഒത്ത രൂപത്തിൽ രൂപപ്പെടുത്തിയവനാണ് അള്ളാഹു എന്ന് തിരിച്ചറിയുമ്പോൾ ആ പടച്ചറബിനെ തന്നെ ആശ്രയിക്കാൻ, നമ്മുടെ തൗഹീദിന്റെ വിശ്വാസവും ആദർശവും രൂപപ്പെടുത്തുവാൻ ആ നാമം കൂടി നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ആ പടച്ചറബിനോട് നന്ദി കാണിക്കാൻ, എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് കണ്ണ് നൽകിയവൻ, എനിക്ക് കാത് നൽകിയവൻ, എനിക്ക് എൻ്റെ ശരീരത്തിന് പറ്റുന്ന രൂപത്തിൽ ഓരോ അവയവങ്ങളെയും സംവിധാനിച്ചവൻ, അതെൻ്റെ അള്ളാഹുവാണ് എന്നറിയുമ്പോൾ, ഖാലിഖായ ബാരി ആയ അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ റബ്ബ് പറഞ്ഞിടത്തേക്ക് തലകുനിക്കാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ റുകൂഇൽ വീഴാൻ, സുജൂദിൽ കിടക്കാൻ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാൻ ആ ഒരു അറിവ് നമ്മെ പ്രാപ്തമാക്കും. പടച്ച റബ്ബിന്റെ റുബൂബിയത്തിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിശ്വാസം നമ്മുടെ മനസ്സിൽ നേരെ ചൊവ്വയാക്കാൻ ഈ നാമങ്ങളിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഒരാളെയും അയാളുടെ ശാരീരികമായ വ്യത്യാസങ്ങളെ പറഞ്ഞുകൊണ്ട് ഇകഴ്ത്തുവാനോ ആക്ഷേപിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. ചില ആളുകളെ ചിലപ്പോൾ ഹൈറ്റുള്ളവരാക്കും, ചിലപ്പോൾ ചില ആളുകളെ ഉയരം കുറഞ്ഞവരാക്കും. അപ്പോൾ കുറുകിയവൻ, ഉയരമില്ലാത്തവൻ എന്ന് പറഞ്ഞു പൊക്കമുള്ളവനെ അതിൻ്റെ പേരിൽ കളിയാക്കുവാനോ, അതല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാരെ സംബന്ധിച്ച് അവരുടെ പ്രത്യേകമായ മുഖഭാവവും ശാരീരികമായ ഘടനയും വെച്ചുകൊണ്ട് അവരെ ഒന്ന് മോശമായ അർത്ഥത്തിൽ ആക്ഷേപിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാൻ അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയ ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല. കാരണം അയാളുടെ നിറത്തെ ആക്ഷേപിച്ച് നമ്മൾ പറഞ്ഞാൽ, അയാളുടെ ശാരീരികമായ തടിയെയും വലിപ്പത്തെയും ഉയരത്തെയും ഉയരം കുറച്ചലിനെയും ഒക്കെ മോശമായി നമ്മൾ പറഞ്ഞാൽ അത് ആരെയാണ് നമ്മൾ ആക്ഷേപിക്കുന്നത്? അത് സൃഷ്ടിച്ച അള്ളാഹിനെ പറ്റിയുള്ള ആക്ഷേപമായിട്ടായിരിക്കും അത് വരിക. അള്ളാഹുവാണ് എന്നെ ഈ കോലത്തിലാക്കിയത്, നിങ്ങളെ ഈ കോലത്തിലാക്കിയത്, അയാളെ ആ രൂപത്തിലാക്കിയത് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിൻ്റെ പേരിൽ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. പിന്നെ ആളുകളുടെ സ്വഭാവങ്ങളും വിശ്വാസങ്ങളും പെരുമാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ആക്ഷേപിക്കേണ്ടതും പ്രശംസിക്കേണ്ടതും ഒക്കെ വരും. എന്നല്ലാതെ അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് അങ്ങനെ രൂപപ്പെടുത്തിയത് എന്നറിയുമ്പോൾ പടച്ചറബിനെ ആക്ഷേപിക്കുന്ന നിലക്ക് നമ്മളുടെ സംസാരങ്ങൾ ആയിപ്പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ പടച്ചറബിന്റെ ഖുദ്റത്തും അളമത്തും മനസ്സിലാക്കാൻ, എൻ്റെ റബ്ബ് എത്രമാത്രം ശക്തിയുള്ള, എത്രമാത്രം മഹത്വങ്ങളുള്ള, കഴിവുകളുള്ളവനാണ് എന്ന് തിരിച്ചറിയാൻ അള്ളാഹുവിൻ്റെ ഈ ഒരു നാമം പഠിക്കുമ്പോൾ, ആ നാമം ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങൾ അറിയുമ്പോൾ നമുക്ക് സാധിക്കും. അള്ളാഹു സൃഷ്ടിച്ച ഓരോ ജീവജാലങ്ങളെയും അവയുടെ വലിപ്പം, അവയുടെ മഹത്വം ഒക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എത്രയോ ജീവജാലങ്ങളുണ്ട്. നമുക്ക് വലിപ്പം നോക്കിയാൽ കാണുവാൻ സാധിക്കുന്ന വലിയ വലിയ മലകളും പർവ്വതങ്ങളും, അതേപോലെ തന്നെ നീലത്തിമിംഗലം പോലെയുള്ള വലിയ ജീവികൾ, അത്രമാത്രം വലിപ്പമുള്ള സൃഷ്ടികളെ സംവിധാനിച്ച അള്ളാഹു, അതേപോലെ നമുക്ക് കാണാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്രമാത്രം വലിപ്പമുണ്ട്. ഒരു മലക്കിൻ്റെ ചെവി മുതൽ ചുമല് വരെയുള്ള, നമ്മുടെ ഒരു ചാൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഇത്രയും ഒരു ദൂരം. പക്ഷെ ഒരു മലക്കിൻ്റെ വലിപ്പം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്രയാ? ശക്തമായി ചിറകിട്ടടിച്ച് പറക്കുന്ന പക്ഷികൾ, വർഷങ്ങളോളം പറന്നാൽ തീരാത്ത അത്രമാത്രം അകലമുണ്ട് ഒരു മലക്കിൻ്റെ ചെവി മുതൽ ഷോൾഡർ വരെയും. അപ്പോൾ ആ മലക്കിൻ്റെ ബാക്കി ഭാഗത്തിൻ്റെ വലിപ്പത്തിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ച് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെറുതും വലുതുമായ അനേകായിരം സൃഷ്ടിജാലങ്ങൾ പടച്ചറബിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിലുണ്ട്.
ആ സൃഷ്ടികളെയെല്ലാം പടച്ചു പരിപാലിക്കുന്ന അള്ളാഹു, അവനാണ് എൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയുമ്പോൾ, ആ റബ്ബിൻ്റെ മുന്നിൽ തലകുനിക്കുമ്പോൾ, ആ റബ്ബാണ് എൻ്റെ സൃഷ്ടാവ്, അവനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അവനിലാണ് ഞാൻ തവക്കുലാക്കുന്നത്, അവനിലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ബരമേൽപ്പിക്കുന്നത്, എൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ആവശ്യങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇറക്കി വെക്കുന്നത്, ചോദിക്കുന്നത് അവൻ്റെ മുന്നിലാണ് എന്ന് പറയുമ്പോൾ ഒരു അന്തസ്സും അഭിമാനവും ഉണ്ടാവും. നേരെ മറിച്ച് നമ്മളെപ്പോലെ തന്നെ ദുർബലതകളും അവശതകളും പ്രാരാബ്ദങ്ങളും ഒക്കെയുള്ള ഏതെങ്കിലുമൊക്കെ സൃഷ്ടികളോടാണ് സങ്കടങ്ങളും ആവലാദികളും പറയുന്നതെങ്കിൽ, അവരുടെ മുമ്പിലാണ് സുജൂദിൽ കിടക്കുന്നതെങ്കിൽ, അവരോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എത്രമാത്രം അധമത്വമായിരിക്കും, എത്രമാത്രം നിന്ദ്യതയായിരിക്കും അയാൾ മാനസികമായി പേറുന്നത് എന്നറിയോ? അപ്പോൾ പടച്ച റബ്ബ് അൽ ഖാലിഖ്, സ്രഷ്ടാവാണ്, ഇല്ലായ്മയിൽ നിന്ന് പടച്ചുണ്ടാക്കിയവനാണ്. അതേപോലെ മുൻ മാതൃകയില്ലാതെ രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅബ്ദു. എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അല്ലാഹുവാണ്. അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. സൂറത്ത് അൻആമിലെ 102-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഈജാദു ശൈഇ മിനൽ അദം, ഇല്ലായ്മയിൽ നിന്ന് ഒന്നിനെ ഉണ്ടാക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ പല രൂപത്തിൽ പല രൂപങ്ങളെയും ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. മരം മുറിച്ച് തടികളാക്കി, ആ തടികൾ പലകകളാക്കി, അതിനെ സ്റ്റൂളും ബെഞ്ചും കസേരയും അലമാരയും വാതിലും ജനലും കട്ടിലും ബെഞ്ചും ഒക്കെ ആക്കി മാറ്റുന്ന ആളുകളുണ്ടാവും. അത് അള്ളാഹ് സൃഷ്ടിച്ച ഒന്നിനെ വ്യത്യസ്തങ്ങളായ രൂപത്തിലേക്ക് കോലപ്പെടുത്തിയതാണ്. എന്നാൽ ഇല്ലായ്മയിൽ നിന്ന് ഒന്നിനെ ഉണ്ടാക്കിയെടുക്കാൻ, ഒന്നിനെ രൂപപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് അൽ ഖാലിഖ് അല്ലെങ്കിൽ അൽ ബാരി എന്നൊക്കെ പറയുന്ന നാമങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ട സംഗതി. ഇബ്തിദാഉ മഖ്ലൂഖിൻ മിൻ ഗൈരി സാബിഖിൻ ലഹു, മുൻപ് ഉണ്ടായതിൻ്റെ ഒരു മാതൃക സ്വീകരിച്ച് അതിൽ നിന്ന് ഒരു രൂപകൽപ്പന ഉണ്ടാക്കുക എന്നതിനപ്പുറം മുമ്പ് ഇല്ലാത്ത ഒന്നിനെ മുൻമാതൃകയില്ലാതെ പടച്ചവനാണ്, ഉണ്ടാക്കുന്നവനാണ് അള്ളാഹു. അത് അള്ളാഹുവിന് മാത്രം പ്രത്യേകതയുള്ള, അള്ളാഹുവിൻ്റെ മാത്രം അവകാശപ്പെട്ടൊരു നാമവും വിശേഷണവുമാണ്. അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈആ. സൂറത്ത് മറിയമിലെ 67-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, പരലോകത്ത് നിഷേധിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾ ചോദിക്കുന്ന ഒരു ന്യായം അല്ലെങ്കിൽ അവരുടെ ഒരു ചോദ്യം എന്താണ്? നമ്മളൊക്കെ മരിച്ച് നമ്മളെ കൊണ്ടുപോയി മണ്ണിൽ വെച്ച് കുഴിയിൽ കബറടക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞാൽ, മണ്ണിലേക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ ഇനിയും വീണ്ടും നമ്മൾ പുനഃസൃഷ്ടിക്കപ്പെടും എന്നാണോ പറയുന്നത്? ആ ചോദ്യത്തിനുള്ള മറുപടി അല്ലാഹ് നൽകാൻ, അവലാ യദ്കുറുൽ ഇൻസാൻ, മനുഷ്യൻ ആലോചിക്കുന്നില്ല, അവൻ മറന്നുപോയോ? അന്നാ ഖലഖനാഹു മിൻ ഖബ്ൽ, അവനെ മുമ്പ് നാമാണ് സൃഷ്ടിച്ചത് എന്ന്. വലം യകു ശൈആ, അവൻ ഒന്നുമേ അല്ലാതിരുന്ന ഘട്ടത്തിൽ. നമുക്കൊരു 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സുണ്ട് എന്ന് സങ്കല്പിക്കാം. ഒരു 60 വയസ്സുള്ള ആള് 70 വർഷത്തിന് മുമ്പ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അയാളുടെ വാപ്പയും ഉമ്മയും ജനിക്കുന്നതിന് മുമ്പ് അയാൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ലൊരു എത്തും പിടിയും കിട്ടാത്ത തികഞ്ഞ ശൂന്യതയായിരിക്കും അയാളെ സംബന്ധിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുക. ആ ഇല്ലായ്മയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപടിയായി വളർത്തിക്കൊണ്ടുവന്ന് ഇന്ന് അയാൾ ഒത്തൊരു മനുഷ്യനായി എന്തെങ്കിലുമൊക്കെ ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞിട്ട് അയാൾ ഞെളിഞ്ഞു നിന്ന് പറയാണ് അല്ലെങ്കിൽ ചോദിക്കുകയാണ്, എന്നെ ഇനി ആര് സൃഷ്ടിക്കും? അപ്പൊ അള്ളാഹ് ചോദിച്ചതാണ്, മുമ്പ് നീ എവിടെയായിരുന്നു? ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് നിന്നെ നാം പടച്ചു കൊണ്ടുവന്നു. ആ പടച്ച അള്ളാഹുവിന് വീണ്ടും നിന്നെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണോ? അപ്പൊ അള്ളാഹു ഖാലിഖാണ്, ബാരി ആണ്, ഖല്ലാഖാണ് എന്ന് ആ നാമങ്ങൾ പഠിക്കുമ്പോൾ ആ പടച്ച റബ്ബിന് ഇനിയും നമ്മളെ സൃഷ്ടിക്കാൻ, നമ്മളെ മാത്രമല്ല എല്ലാവരെയും വീണ്ടും സൃഷ്ടിക്കാൻ, അള്ളാഹ് ഉദ്ദേശിച്ച എല്ലാറ്റിനെയും ഇനിയും ഇങ്ങനെ സൃഷ്ടിച്ച് കൂട്ടാൻ അള്ളാഹുവിന് കഴിയും എന്ന് തിരിച്ചറിയുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ട തൗഹീദിന്റെയും അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെയും അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ പരലോക വിശ്വാസത്തിന്റെയും ആണിക്കല്ല് ഉറച്ചു നിൽക്കുവാൻ, നമ്മുടെ മനസ്സിൽ അത് രൂഢമൂലമാക്കുവാൻ പറ്റിയ ഒരു വിശ്വാസമാണ് വാസ്തവത്തിൽ ഇതിലൂടെ നമുക്ക് കൈവരുന്നത്. അള്ളാഹുവാണ് നമുക്ക് ഓരോ രൂപവും കോലവും
ഘടനയുമൊക്കെ സംവിധാനിച്ചത് എന്നറിയുമ്പോൾ പടച്ചറബിൻ്റെ ഖുദറത്തും അളമത്തും അഥവാ അള്ളാഹുവിൻ്റെ ശക്തി മാഹാത്മ്യങ്ങളും അവൻ്റെ മഹത്വവുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൃഷ്ടിപ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ, വൈവിധ്യങ്ങൾ, ഓരോ ജീവികളുടെയും പ്രത്യേകമായ ഘടനകൾ നമ്മൾ കണ്ടിട്ടില്ല. ചെറിയ ഉറുമ്പ് മുതൽ ചെറിയ കിളികൾ മുതൽ അവരുടെ വ്യത്യസ്തങ്ങളായ രീതിയും പ്രകൃതവുമൊക്കെ, അവ കൂടുണ്ടാക്കുന്നത്, അവയുടെ സഞ്ചാരം, അവ ഭക്ഷണം തേടിക്കൊണ്ടുവരുന്നത്, ഇങ്ങനെ ഓരോന്നും ആരാണ് അതിന് ആ രീതിയിൽ ഘടനകളും അറിവും സംവിധാനങ്ങളും ഒക്കെ നൽകിയത് എന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ എഞ്ചിനീയറിങ്ങിനെ വെല്ലുന്ന രീതിയിൽ കൂടുകെട്ടുന്ന തേനീച്ചകളുണ്ട്. ഏറ്റവും കുറഞ്ഞ മെഴുകുപയോഗിച്ച് മെറ്റീരിയൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ, എന്നാൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഉള്ള, ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളുള്ള ആ അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് വ്യവസ്ഥ ഏത് കോളേജിൽ പോയി ഡിഗ്രി എടുത്തിട്ടാണ് തേനീച്ചകൾക്ക് അറിവും കഴിവും കിട്ടിയത്? പടച്ചിറപ്പ് കൊടുത്ത ആ ബോധവും അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളുമാണ് അവിടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മെ പടച്ച, നമുക്ക് ചോദിക്കാതെ തന്നെ നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന അത്യുദാരനായ പടച്ചിറപ്പ്, ആ പടച്ചിറപ്പിനെ കീഴ്പ്പെടുവാനും അവന് നന്ദി കാണിക്കുവാനും ഒക്കെ നമ്മെ പ്രേരിപ്പിക്കുന്ന നാമങ്ങളും വിശേഷണങ്ങളുമാണ് ഈ പറഞ്ഞ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേപോലെ പടച്ചിറപ്പ് നമ്മുടെ ശരീരത്തിൽ നൽകിയിട്ടുള്ള ആ ഘടന ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ശാരീരികമായ വ്യവസ്ഥകളെ സംബന്ധിച്ച് സയൻസ് പഠിക്കുമ്പോൾ സ്വാഭാവികമായും ചർച്ച വരുന്ന സംഗതി ശ്വസന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, അതേപോലെ രക്തചംക്രമണ വ്യവസ്ഥ, അഥവാ നമ്മുടെ ശരീരത്തിൽ രക്തം പാസ് ചെയ്യുന്ന, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ സംവിധാനങ്ങളും ഒക്കെ നമ്മൾ ശാസ്ത്രലോകം വിശദീകരിക്കുന്നത് കേട്ടാൽ ചെറിയൊരു മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന നെർവുകൾ, ഞരമ്പുകൾ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ്. അതേപോലെ ആ ഞരമ്പുകളിലൂടെയൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രക്തം ബില്യൺ കണക്കിന് ടാങ്കർ ലോറികൾ പോലെ നൂറുകണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ലിറ്ററുകൾ കൊള്ളാവുന്ന ടാങ്കർ ലോറികളിൽ വെള്ളമടിക്കുന്നത് പോലെ കൊണ്ടുപോകുവാൻ പറ്റുന്ന അത്രമാത്രം ബ്ലഡ് നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസവും, ഓരോ ആഴ്ചയിലും, ഓരോ മാസവും. ഇതൊക്കെ സംവിധാനിച്ച ആ സംവിധാനങ്ങളെക്കുറിച്ച് മാത്രമല്ല, ശാസ്ത്രലോകത്തെ അത്ഭുതകരമായി പടച്ചിറപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഇതിന് തുല്യമായ ഒരു സംവിധാനം മനുഷ്യൻ ഒന്ന് ഒരുക്കുവാൻ ശ്രമിച്ചാൽ, ഏതുപോലെ നമ്മൾ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഒക്കെ യാതൊരു തടസ്സവുമില്ലാതെ നടക്കുന്ന സംഗതിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പമ്പിങ്, അതേപോലെ ഹാർട്ടിൻ്റെ മിടിപ്പ്. നമ്മൾ ഉറങ്ങുമ്പോഴും മൂപ്പരാപ്പണി നടത്തിക്കൊണ്ടിരിക്കാൻ. അതേപോലെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ദഹന വ്യവസ്ഥകൾ, നമ്മൾ തിന്നുന്നത് ഫ്രൂട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കും. അത് ആ മെഷീനിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതിൽ വേണ്ടതിന് ശരീരം വലിച്ചെടുത്ത് വേണ്ടാത്തത് പിശറിയായി ചണ്ടിയായി പുറന്തള്ളുന്ന ആ വ്യവസ്ഥ. ഇങ്ങനെ ഇതിനെയെല്ലാം നമ്മളൊന്ന് ഒരു ആർട്ടിഫിഷ്യലായി സംവിധാനിക്കുവാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരും എന്ന് മാത്രമല്ല, ഏക്കർ കണക്കിന് സ്ഥലം ഒരാളുടെ ശരീരത്തിൻ്റെ ഈ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ ചെയ്യാൻ വേണ്ടി മെഷീനറികൾ സെറ്റ് ചെയ്യാൻ മാത്രം വേണ്ടി വരുമെന്നാണ്. മാത്രവുമല്ല, ആ മെഷീനറികളെല്ലാം പ്രവർത്തിക്കുന്ന ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് കിലോമീറ്ററുകളുടെ പരിസരത്ത് വേറൊരാൾക്കും കടക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിലെ നമ്മൾ വെള്ളം കുടിച്ച് അത് മൂത്രമായി പോകുന്നു, അതിൻ്റെ എല്ലാ നന്മകളും നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന കിഡ്നിയുടെയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത്, അതേപോലെ ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ദഹനം നടക്കുന്ന പ്രക്രിയ വേറെയൊന്ന്, അതേപോലെ തന്നെ ബ്ലഡിൻ്റെ സർക്കുലേഷനും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഇങ്ങനെ വേറെ ഒന്ന്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ഒരു മിഷനറി സംവിധാനം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുവാൻ ശ്രമിച്ചാൽ അതിന് വേണ്ടുന്ന സാമ്പത്തികമായ ചെലവ്, അത് സെറ്റ് ചെയ്യുവാൻ വേണ്ടുന്ന സ്ഥലത്തിൻ്റെ വ്യാപ്തി, അത് പ്രവർത്തിക്കുവാൻ വേണ്ടുന്ന ഊർജത്തിൻ്റെ എക്സ്പെൻസ്,
അതിനുമൊക്കെ പുറമെ ആ യന്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദ കോലാഹലങ്ങളും പ്രയാസങ്ങളും പരിസര മലിനീകരണവും ഒക്കെ ഇങ്ങനെ നോക്കും. വലിയ ഫാക്ടറികൾ കണക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഈ ശരീരം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരാളുടെ ശരീരത്തിന്റെ ശ്വാസമിടിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ മിടിപ്പ് കൊണ്ടോ നാഡീമിടിപ്പ് കൊണ്ടോ തൊട്ടടുത്ത ഒരാൾക്ക് ഇന്ന് ഒച്ച കുറച്ചേ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടോ? ഒരാൾക്കൊരു പ്രയാസമില്ല. കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എന്ന് വേണ്ട എല്ലാ ഘട്ടത്തിലും ഈ സംവിധാനങ്ങളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കെ തന്നെ യാതൊരു പ്രയാസവുമില്ലാതെ അള്ളാഹു നമുക്ക് നൽകിയ ഈ വ്യവസ്ഥകളും സംവിധാനങ്ങളും ഒരുക്കിയ ഖാലിഖാണ്, ബാരി ആണ്, ഖല്ലാഖാണ് എൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയുമ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ റബ്ബ് പറഞ്ഞതാണ് സുജൂദ് ചെയ്യാൻ, റുക്കൂ ചെയ്യാൻ, അത്തഹിയാത്തിലിരിക്കാൻ, ദിക്ർ ചെല്ലാൻ, പള്ളിയിലിരിക്കാൻ. പക്ഷെ അതിനൊന്നും ചെവി കൊടുക്കാതെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു വൈകല്യം, ശരീരമൊന്ന് കുഴഞ്ഞുപോയി, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക്, അല്ലെങ്കിൽ ഒരു തളർച്ച, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആപത്ത്, അപകടങ്ങൾ, അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ മാത്രം പടച്ചറബിനെ ഓർക്കുന്നതിന് പകരം ഇതൊക്കെ എനിക്ക് നൽകിയ പടച്ചറബിനോട് എനിക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ, നിനക്ക് ഒരു പ്രയാസവുമില്ലാത്ത ഘട്ടത്തിൽ നീ റബ്ബിനെ തിരിച്ചറിയണം, റബ്ബിനെ ഓർക്കണം. എങ്കിൽ യഅരിഫ്ക ഫിശ്ശിദ്ദ, നീ പ്രയാസങ്ങളിൽ കെട്ടിമറിയുമ്പോൾ അല്ലാഹ് നിന്നെ കണ്ടറിയുന്നതാണ്. ആപത്തുകളും അപകടങ്ങളും പ്രയാസങ്ങളും വരേണ്ടതില്ല നമുക്ക് റബ്ബിനോട് ചോദിക്കാൻ, പ്രാർത്ഥിക്കാൻ, ദിക്ർ ചെല്ലാൻ, നമസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ. മറിച്ച് ഒരു പ്രയാസവുമില്ലാത്തപ്പോൾ റബ്ബിനെ ഓർക്കാൻ, റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാൻ, പടച്ചറബ് പറഞ്ഞ നന്മകൾ ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നമ്മൾ വിളിക്കാതെ തന്നെ നമ്മുടെ വിളിക്കുത്തരം ചെയ്യുന്നവനായിരിക്കും റബ്ബ്. അപ്പോൾ പടച്ചറബിനെ ആ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചറിഞ്ഞ് ആ റബ്ബാണ് എൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയുമ്പോൾ, ആ റബ്ബിനെയാണ് അല്ലാ എന്ന് വിളിച്ച് ഞാൻ അവനിലേക്കാണ് കൈകൾ ഉയർത്തുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ മനസ്സിന് ആശ്വാസമായിരിക്കും. പടച്ചറബിനെ അനുസരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടായിരിക്കും. അവൻ കൽപ്പിക്കുന്ന അവന്റെ വിധിവിലക്കുകൾ, ദീനിയായ കാര്യങ്ങൾ ഒരിക്കലും ഒരു ഭാരമോ ബുദ്ധിമുട്ടോ ആയി നമുക്ക് തോന്നുകയില്ല. അങ്ങനെ അള്ളാഹുവിനെ അവന്റെ ഓരോ നാമങ്ങളിലൂടെ, ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളിലൂടെ അറിയുമ്പോൾ തീർച്ചയായും നമ്മൾ ഒരു യഥാർത്ഥ വിശ്വാസിയായി പടച്ചറബിനെ മാത്രം അവലംബിക്കുന്ന, ആശ്രയിക്കുന്ന, അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിലൂടെ അള്ളാഹ് പറഞ്ഞതുപോലെ ഫഅലം, നീ അറിയുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ നിനക്ക് ഇലാഹായി, അഭയമായി, ആശ്രയമായി ആരുമില്ല എന്ന കാര്യം നീ അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞ ആ ഖുർആനിന്റെ വചനം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിനെ അറിയുവാനും ആ പടച്ചറബിനെ ഏത് ഘട്ടത്തിലും ആശ്രയമായി, അവലംബമായി കണ്ടുകൊണ്ട് അവരിലേക്ക് അടുക്കുവാനും നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് അവന്റെ യഥാർത്ഥ വിശ്വാസികളായി, ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കുവാൻ ഉള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ അറിയാനും അതനുസരിച്ച് അവനിലേക്ക് കൂടുതൽ അടുക്കുവാനും അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ وعلى آله وأصحابه وسلم والحمد لله رب العالمين.